നമുക്ക് 35 രൂപതകളുണ്ട്. 13 കേരളത്തിലും 18 ഇന്ത്യക്കകത്ത്, കേരളത്തിന് പുറത്ത് 4 വെളിയിലുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു പ്രോജക്റ്റും ഒരാളുടെ സഹായം കൂടാതെ നടത്താൻ നമ്മുടെ സഭയ്ക്ക് ഞാൻ ഗവൺമെൻറ് തരേണ്ടതെന്നുള്ള അർത്ഥത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ കാരണവന്മാർക്ക് സാധിക്കും. നമ്മുടെ കാരണവന്മാർ അങ്ങനെയുള്ള ഒരു തറവാടിത്തം ഉണ്ടാക്കി. പക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നിച്ചു നിൽക്കില്ല. ആരുടെയെങ്കിലും കാല് വലിച്ചാലേ നമുക്ക് സമാധാനമാകുള്ളൂ. അത് പാടില്ല. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ കോതമംഗലത്ത് എനിക്ക് എപ്പോഴും വരാറുണ്ട്. കാരണം പിതാവും ഞാനും സഹപാഠികളെ പോലെയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ കോതമംഗലത്ത് വന്ന ഏത് മുറിയിലാണ് കിടക്കേണ്ടതെന്നുള്ളത് എനിക്ക് അവർ പറയാണ്ട് തന്നെ എനിക്കറിയാം. ഇപ്പം മേജർ ആർച്ച് ബിഷപ്പായതിൻ്റെ മുറി മാറ്റിയെന്ന് തോന്നുന്നു. ഇല്ലല്ലേ, പഴയ മുറി തന്നെയാണോ? പഴയ മുറി. പാലായിലും എനിക്ക് അദ്ദേഹം എൻ്റെ സഹപാഠി. ഞങ്ങൾ കുറേ ബിഷപ്സ് അങ്ങനെ സഹപാഠികൾ. ഞാൻ പറയുന്ന അങ്ങനെയുള്ള സൗഹൃദങ്ങളുടെ ഒരു ലോകം നമുക്കുണ്ടാക്കണം. ജനപ്രതിനിധികളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാ നല്ല നിലപാടുകൾക്കും സഭ നിങ്ങളുടെ കൂടെ പരിപൂർണ്ണ, ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, നിങ്ങളെടുക്കുന്ന ജനകീയമായിട്ടുള്ള എല്ലാ നിലപാടുകൾക്കും മനുഷ്യനെ, പാവപ്പെട്ടവനെ, പിന്നോക്കം നിൽക്കുന്നവനെ, പരിഗണന അറിയിക്കാതെ മാറ്റി നിർത്തുന്നവനെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളെടുക്കുന്ന ഏത് നിലപാടിലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. വല്ലപ്പോഴൊക്കെ എന്നെ കാണാൻ നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. ഞാനിതിങ്ങനെ എല്ലാ സ്ഥലത്തും പറയുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചേ അതൊരു ഫോർമലായിട്ടൊക്കെ ആളുകൾ എടുക്കുള്ളൂ വിചാരിച്ചത്. ഇപ്പം അങ്ങനെയല്ല. എല്ലാ ദിവസവും 2-3 കുടുംബങ്ങൾ എന്നെ കാണാനൊക്കെ വരുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊക്രേറ്റർ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവ് ഈ പോക്ക് എവിടേക്കാ? ഞാൻ പറഞ്ഞു സാരമില്ല, കൊടുത്തു മുടിയട്ടെ. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സഭ നിങ്ങളുടേതാണ്. മേജർ ആർച്ച് ബിഷപ്പ് ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഫീസിനും പഠിപ്പിനൊക്കെ കഷ്ടപ്പെട്ട് കളഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദുഃഖങ്ങൾ കാണാനും വായിക്കാനും അതിനെ പാലം പണിയാൻ തമ്പുരാൻ്റെ കയ്യിൽ ഉപകരണമാകാൻ ഞാൻ തയ്യാറാണ്. എല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.